ഓണമല്ലേ, അപ്പോൾ ഒരു പായസം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും 10 മിനിറ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂന്ന് ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതൊരു കടായിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമോടെ ഒഴിച്ചിട്ട് അത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുകി വരുമ്പോൾ പിന്നീട് അതെടുത്ത് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. 1.5 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് സിമ്മയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് ബ്രൗൺ കളറിലോട്ടാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നു. ആ നെയ്യിലൊന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്ത് ആ പാത്രത്തിൻ്റെ ചൂടുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാണ് ആ സമയത്ത്. എന്നിട്ട് ആ ഓട്സ് മാറ്റി വെക്കുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് വേണ്ടിയത് നേരത്തെ മാറ്റി വെച്ച ആ ശർക്കര പാനി ആ ഓട്സ് വറുത്തെടുത്ത് ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓണാക്കി അത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഏത്തപ്പഴം ആണെങ്കിലും നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഏത്തപ്പഴം അടിച്ചെടുത്ത് മാറ്റി വന്നപ്പോഴത്തേന് ആ ശർക്കരപ്പാനി ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ 2ാം പാൽ എടുത്ത് വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2ാം പാലിൽ മൊത്തം ഒഴിച്ച് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരണം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏത്തപ്പഴോട് ചേർക്കുമ്പോൾ നമ്മുടെ ആ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഓട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശകലം 2ാം പാലുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേറൊരു ഗ്യാസിൽ കടായി വെച്ച് കൊടുത്തിട്ട് നെയ്യിൽ മുന്തിരിങ്ങയും കാഷ്നട്ടും മൂപ്പിച്ചെടുക്കുന്നുണ്ട്.
ഏലക്കാപ്പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരുന്നു. അതിലേക്ക് ഒന്നാം പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ഗ്യാസ് ഓഫാക്കുന്നുണ്ട്, തിളയ്ക്കാൻ പാടില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഓഫാക്കുന്നു. എന്നിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും മുന്തിരിങ്ങയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഒരു പായസം ഇവിടെ റെഡിയായി. ഓണത്തിൻ്റെ തിരക്കിനിടയിൽ എത്ര പേർക്ക് വേണ്ടിയാലും നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പായസം റെഡിയാക്കാം. അങ്ങനെ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഓണത്തിന്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും വേണം. ഇനി ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.